അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാപ്പാട്ടകത്ത് വാലിയിൽ കുടുംബസംഗമം ഈ തറവാട്ടു പറമ്പിൽ വെച്ച് തന്നെ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ നടക്കുന്നു എന്നുള്ളതിൽ മനം കവർന്ന സന്തോഷവും അതിരറ്റ ആഹ്ലാദവും നമ്മുടെ കുടുംബാംഗങ്ങളുമായി പങ്കുവെക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ സംഗമത്തിന് ആമുഖമായി നൽകുന്ന വിശദീകരണം സശ്രദ്ധം ശ്രദ്ധിക്കണമെന്നുകൂടി അറിയിക്കുന്നു. തെക്കേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യകാലം മുതൽ പെരുന്തുരുത്തിയിലെ തട്ടാംപറമ്പ് സ്ഥാപകനും നാട്ടുപ്രമാണിയും പ്രധാന നാട്ടുവിഷയങ്ങളിൽ വിധികർത്താവായി അംഗീകരിച്ച ചെറച്ചം വീട്ടിൽ തട്ടാംപറമ്പിൽ മൊയ്തീൻകുട്ടി അധികാരിയുടെ മൂത്ത മകനും സമ്പന്നനുമായ കുട്ടിയമ്മു എന്ന കുട്ടിമുഹമ്മദ് അധികാരി 4 വിവാഹം കഴിച്ചതിൽ വെട്ടത്ത് നാട്ടിലെ പുരാതനവും പ്രശസ്തവുമായ വെട്ടംദേശത്തെ കാപ്പാട്ടകത്ത് വാലിൽ തറവാട്ടിൽ നിന്നാണ് ആദ്യ 2 വിവാഹം കഴിച്ചത്. അധികാരി ആദ്യം വലിയ തിത്തിക്കുട്ടി എന്നിവരെയും അവർ മരണപ്പെട്ടപ്പോൾ സഹോദരി പാത്തുമ്മ ഉമ്മ എന്നിവരെയുമാണ് വിവാഹം കഴിച്ചത്. ഈ 2 സ്ത്രീകളായിരുന്നു മരുമക്കത്ത് സമ്പ്രദായം നിലനിന്നു പോന്നിരുന്ന ജന്മി കുടുംബമായ വാലിയിൽ തറവാട്ടിലെ കാര്യങ്ങൾ കാര്യസ്ഥന്മാർ മുഖേന നിയന്ത്രിച്ചതും ശ്രദ്ധിച്ചതും. വാലിയിൽ തറവാടിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ ഒരു ചരിത്രം ഇന്ന് പിൻതലമുറക്കാർക്ക് ലഭ്യമല്ല. എന്നിരുന്നാലും പറവണ്ണ തെക്കേപ്പള്ളി എന്ന് പറയുന്ന കാപ്പാട്ടകത്ത് പള്ളിയുടെ നിർമ്മാതാക്കളും മുത്തവല്ലികളുമായ പറവണ്ണയിലെ 8 വീട്ടുകാരായ കാപ്പാട്ടകത്ത് തറവാട്ടിൽ നിന്ന് ദൂരെയുള്ള സ്വത്തുക്കളും കൃഷിയിടങ്ങളും സംരക്ഷിക്കേണ്ടതിനാൽ വാലിയിൽ പറമ്പിൽ ഒരു 4 കെട്ട് വീടുണ്ടാക്കി താമസം മാറ്റിയതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറവണ്ണ കാപ്പാട്ടകത്ത് തറവാട്ടിൽ നിന്ന് ഈ വേവണ്ണ ഭാഗത്തേക്ക് താമസം മാറ്റി പുതിയ വീടുണ്ടാക്കിയത് ആരാണെന്ന്, ഏത് കാരണവരാണെന്ന് ഇന്നാർക്കും അറിയില്ല. വരമൊഴി ചരിത്രവുമായി ബന്ധപ്പെട്ട താളിയോലകൾ കുറെ കാലങ്ങൾക്ക് മുമ്പ് വാലിയിൽ തറവാട്ടിൽ കാണപ്പെട്ടിരുന്നുവെങ്കിലും അവയൊക്കെ വേണ്ടവിധം സംരക്ഷിക്കപ്പെടാൻ കഴിയാതെ നശിച്ചുപോയി. അങ്ങനെ വാമൊഴി ചരിത്രവുമായി വാലിയിൽ തറവാടിനെപ്പറ്റി ചരിത്രം ചുറ്റിപ്പറ്റി കിടക്കുന്നു. ഏകദേശം 360 വർഷങ്ങളുടെ ചരിത്രം വാലിയിൽ തറവാട്ടിനുണ്ടെന്ന് പറയപ്പെടുന്നു. സാമൂതിരി രാജാവിന്റെ സാമന്തകനായ വെട്ടത്ത് രാജാവ് സാമൂതിരിയുമായി അവസരത്തിനൊത്ത് ഇണങ്ങിയും പിണങ്ങിയുമാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. വെട്ടത്ത് നാട്ടിലെ പറവണ്ണയിലും താനൂരിലും കച്ചവടം ചെയ്യാൻ വെട്ടത്ത് രാജാവ് പോർച്ചുഗീസുകാർക്ക് അനുമതി നൽകിയതിന് ശേഷമാണ് കോഴിക്കോട് പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന പോർച്ചുഗീസുകാരെ സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധിക്കുന്നതിന് കുഞ്ഞാലിമാരിക്കാരെയും സൈന്യത്തെയും വെട്ടത്ത് നാട്ടിൽ വിന്യസിച്ചത്. കോഴിക്കോട് നിന്ന് ഏകദേശം 13 കിലോമീറ്റർ വടക്കുള്ള കാപ്പാട് ഭാഗങ്ങളിൽ നിന്ന് വെട്ടത്ത് നാട്ടിൽ വന്ന് താമസിച്ചിരുന്ന മുസ്ലിം കുടുംബമായിരിക്കണം കാപ്പാട്ടകത്ത് എന്ന പേരിൽ വെട്ടത്ത് നാട്ടിലെ ചരിത്രത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പറവണ്ണയിലെ കാപ്പാട്ടകത്ത് കുടുംബത്തിലെ ഒരു ശാഖ വെട്ടത്ത് രാജാവിന്റെ നെല്ലറ സ്ഥിതി ചെയ്തിരുന്ന വാലിയിൽ എന്ന പറമ്പിൽ രാജാവിന്റെ നിർദ്ദേശപ്രകാരം 4 കെട്ടുണ്ടാക്കി താമസിക്കാൻ തുടങ്ങിയതും വാലിയിൽ തറവാട് എന്നറിയപ്പെടാൻ തുടങ്ങിയതും ഇവിടെ മുതലായിരിക്കണം. അന്ന് എത്ര വലിയ വീടാണെങ്കിലും ഓടുമേയാൻ രാജാവിന്റെ അനുമതി വേണമായിരുന്നു. വാലിയിൽ തറവാടിന്റെ 3 ഭാഗങ്ങളിലും കണ്ണെത്താ ദൂരത്ത് വിശാലമായി കിടന്നിരുന്ന സ്വന്തം കായൽപ്പാടത്തിനരികെ ആകെയുണ്ടായിരുന്ന വലിയൊരു തറയിലാണ് വാലിയിൽ വീട് നിലനിന്നിരുന്നത്. വീടിന്റെ 3 ഭാഗവും വയലാൽ ചുറ്റപ്പെട്ട പ്രദേശം എന്ന അർത്ഥത്തിലായിരിക്കണം വീട് സ്ഥിതി ചെയ്യുന്ന പറമ്പിന് വാലിയിൽ എന്ന തറവാട്ട് പേര് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് വെട്ടത്ത് നാട്ടിലെ തീരദേശ വ്യാപാരത്തെയും തീരദേശ ജലാഗത മാർഗത്തെയും കൃഷിയെയും മുഖ്യമായി ആശ്രയിച്ചിരുന്ന കനോലി കനാലിന്റെ തീരത്താണ് വാലിയിൽ തറവാട്. നിരവധി പത്തായപ്പുരകളും പടിപ്പുരകളും നാലകവും കുതിരകളെ തളച്ചിരുന്ന ആലകളും ഒരു കാലത്ത് വാലിയിൽ കാണാമായിരുന്നു അത്രേ. ഈ തറവാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിലവില് വടക്ക് ഭാഗത്തുള്ള കിണറിന് ഏകദേശം 300 വർഷത്തിലേറെ
പഴക്കമുണ്ട്. ഈ കിണറിലെ വെള്ളം ഇന്നും കുടുംബാംഗങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഈ കിണറിന് ചുറ്റും നിരവധി പത്തായപ്പുരകൾ ഉണ്ടായിരുന്നു. അവിടെ നെല്ല് സംഭരിച്ചിരുന്നതായും പറയപ്പെടുന്നു. പഞ്ഞമാസങ്ങളിൽ വെട്ടത്തുനാട്ടിൽ ധാന്യങ്ങൾ വിതരണത്തിനായി നീക്കിവെച്ചിരുന്നത് ഈ വലിയ പത്തായപ്പുരകളിലായിരുന്നു. കൂടാതെ അണ്ടർഗ്രൗണ്ട് അറകളും ഈ പത്തായപ്പുരക്ക് ഉണ്ടായിരുന്നതായി പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഞ്ഞമാസങ്ങളിൽ വെട്ടത്തുനാട്ടിലെ പല ദിക്കുകളിൽ നിന്ന് കാപ്പാട്ടകത്ത് വാലിയിൽ വന്നിരുന്നവർക്ക് കഞ്ഞി വിളമ്പിക്കൊടുത്തിരുന്ന സമ്പ്രദായം വളരെ കാലം നിലനിന്നിരുന്നു. വീട്ടിലെ സമ്പത്ത് അഗതികൾക്കും അശരണർക്കും വിതരണം ചെയ്യുന്ന പുണ്യപ്രവൃത്തി അടുത്ത കാലം വരെ നിലനിന്നിരുന്നതായി 1985 മരിച്ച പാത്തുമ്മ ഉമ്മ എന്ന വലിയുമ്മ, അതായത് വെടത്തമ്മ പറഞ്ഞതായി ഇന്നുള്ള പേരക്കുട്ടികൾക്ക് അറിയുന്ന സത്യമാണ്. ഈ അനുഭവം ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾ അസുഖം കാരണവും മറ്റ് ചില കാരണങ്ങളാൽ വരാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവർക്ക് വരെ എത്തിച്ചു കൊടുക്കണമെന്ന് വിനീതമായി അറിയിക്കുന്നു. ആമുഖത്തിൽ പറഞ്ഞത് പ്രകാരം കുട്ടിയാമോ എന്ന കുട്ടിമുഹമ്മദ് അധികേരി ആദ്യം ബാലിയിൽ നിന്ന് വിവാഹം കഴിച്ചത് വലിയ തിത്തിക്കുട്ടി എന്നിവരെയാണ്. അതിലുള്ള ഏക മകളാണ് ചെറിയ തിത്തിക്കുട്ടി. ആദ്യ ഭാര്യയുടെ മരണശേഷം വിവാഹം കഴിച്ചത് ഭാര്യയിൽ നിന്ന് തന്നെ അനിയത്തി പാത്തുമ്മ ഉമ്മ എന്നിവരെയാണ്. ചെറിയ തിത്തിക്കുട്ടിയുടെ ഭർത്താവ് വലിയ പീഡിയക്കൽ കോയസൻ എന്നവർ വാക്കാട്. ഇതിലുള്ള മക്കളാണ് ഏരിയിൽ മൂസ, 2 പാത്തുമ്മ ഉമ്മ എന്ന കുഞ്ഞിമോൾ, 3 കുഞ്ഞിമ്മക്കുട്ടി എന്നവർ. ഇവരെല്ലാം അന്തരിച്ചു. അന്നത്തെ മരുമക്കത്തായം അനുസരിച്ച് മൂസ എന്നവർ കാവഴിയായി കിട്ടിയ ഏരിയിൽ പറമ്പിലേക്ക് വീട് വെച്ചു താമസം മാറ്റി. ഭാര്യ കോയക്കുഞ്ഞികത്ത് പുളിയെങ്കിൽ ആസ്യക്കുട്ടി. പേരക്കുട്ടികൾ ഇപ്പോഴും ബാവമ്മ എന്ന് വിളിക്കാറുണ്ട്. ബാവമ്മ മരിച്ചു. ഈ ദമ്പതികൾക്ക് 4 മക്കളുണ്ട്. ഏരിയിൽ മുഹമ്മദ്, 2 തിത്തിക്കുട്ടി, 3 ഇമ്പിച്ചി എന്ന ബാവ, 4 ഉമ്മേരുത്തുമ്മ എന്ന കുഞ്ഞീവി. മൂസ എന്നവരുടെ മൂത്ത മകൻ ഏരിയിൽ മുഹമ്മദ് കാപ്പാട്ടകത്ത് വാരിയിൽ മുഹമ്മദ് ആണെങ്കിലും ഏരിയിൽ മുഹമ്മദ് എന്നാണ് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. നാട്ടിലെ ഒരു വ്യവസായ പ്രമുഖനായിരുന്നു. നിരവധി തൊഴിലാളികൾക്ക് തൊഴിലവസരം നൽകിയ ഒരു വ്യക്തിത്വമാണ്. ഇവരുടെ ആദ്യ ഭാര്യ MK സെഫിയ. അവർ 1966 മരിച്ചു. ശേഷം അനിയത്തി നഫീസ എന്നിവരെയാണ് വിവാഹം കഴിച്ചത്. ഇതിൽ മക്കളില്ല. ഏരിയിൽ മുഹമ്മദ് സെഫിയ ദമ്പതികളുടെ മക്കൾ: 1 അഡ്വക്കേറ്റ് MK മൂസക്കുട്ടി, തിരൂരിലെ ഒരു സീനിയർ അഡ്വക്കേറ്റാണ്. 2 അബ്ദുൾ റഷീദ്, 3 ഷംസുദ്ദീൻ, 4 പാത്തീവി താനൂർ. മൂസ എന്നവരുടെ മകൾ തിത്തിക്കുട്ടി, 2ാമത്തെ മകൾ. ഭർത്താവ് അമ്മായിയുടെ മകൻ തന്നെ അലിക്കുട്ടി മാസ്റ്റർ. അധ്യാപകനായിരുന്നു. പുറമെ കൃഷിയിൽ നല്ല തൽപരനും ആദ്യകാലത്ത് വ്യവസായിയുമായി പ്രവർത്തിച്ചിരുന്നു. ഇതിലുള്ള മക്കളാണ്: 1 മൂസക്കുട്ടി മാസ്റ്റർ, 2 അബ്ദുൾ റഹീം. 2 മക്കളാണുള്ളത്. അലിക്കുട്ടി മാസ്റ്റർ 2000 മരണപ്പെട്ടു. മൂസ എന്നവരുടെ 3ാമത്തെ മകൻ ഇമ്പിച്ചി എന്ന ബാവ. ഭാര്യയിൽ പാത്തുമ്മ ഉമ്മ എന്ന കുഞ്ഞുമോൾ. ഇമ്പിച്ചി എന്നവർ മരണപ്പെട്ടു. അദ്ദേഹം കൃഷിയിൽ നല്ല തൽപരനും നാട്ടിൽ ഒരു പ്രമുഖ വ്യക്തിത്വവുമായി നിരവധി കാലം ജീവിച്ചിരുന്നു. മക്കളാണ് ആസിയക്കുട്ടി എന്ന ആദ്യമ്മു, ഷാഹുൽ ഹമീദ്, ബുഷറ, സക്കീർ ഹുസൈൻ. മൂസ എന്നവരുടെ 4ാമത്തെ മകൾ ഉമ്മേരുത്തുമ്മ എന്ന കുഞ്ഞിബീവി. കുഞ്ഞിബീവി ഇപ്പോൾ ചാങ്ങാളിൽ താമസിച്ചു വരുന്നു. ഇവരുടെ ഭർത്താവ് മരിച്ച കൊത്താഞ്ചേരി മൊയ്തീൻ എന്നവരായിരുന്നു. മലേഷ്യയിൽ നിരവധി കാലം ബിസിനസ് ചെയ്ത് ജീവിച്ച ഒരു നല്ല വ്യക്തിയാണ് മൊയ്തീൻ ഹാജി എന്നവർ. ഇവരുടെ മക്കൾ മുഹമ്മദ് കാസിം, ഹനീഫ, ഇബ്രാഹിം സാജിദ്, ഖൈറുന്നിസ എന്ന ബീവി. പ്രിയമുള്ളവരെ, ഈ കുടുംബ പരമ്പര പറയുമ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ സമയക്കുറവ് കാരണം കഴിയില്ല. അതുകൊണ്ട് ഇത് പറയുന്ന തദവസരത്തിൽ എല്ലാവരും ആ കാര്യങ്ങളും ബന്ധങ്ങളും എല്ലാം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് കുട്ടിയമ്മുവിന്റെ മകൾ ചെറിയ തിത്തിക്കുട്ടിയുടെ മകൾ പാത്തുമ്മ ഉമ്മ എന്ന കുഞ്ഞുമോൾ ഉമ്മ.
നമ്മൾ ബടത്തമ്മ എന്നും മൂത്തമ്മ എന്നും വലിയത്താത്ത എന്നൊക്കെ നാട്ടുകാർ പറയുന്ന ബടത്തമ്മയുടെ ഭർത്താവ് പച്ചാട്ടിരി നാങ്ങാണ്ടത്തിൽ മുറിവയ്ക്കൽ കാട്ടേൽ കുന്നത്തകത്ത് ഹൈദ്രു എന്ന് പറയുന്ന വ്യക്തിയാണ്. അവരെല്ലാം മരിച്ചു. ഇവരുടെ മക്കൾ ഒന്ന് ബാലിയിൽ ബാക്കാക്ക എന്നറിയപ്പെടുന്ന മുഹമ്മദ് എന്ന ബാവ 1958 മരിച്ചു. 2 കോയസൻ എന്നവർ അപ്പലേറ്റ് ഇൻകം ടാക്സ് കമ്മീഷണറായി സർവീസിൽ നിരവധി കാലം ഇരുന്ന വ്യക്തിയും ജോലി ആവശ്യാർത്ഥം കേരളത്തിലെ പല ഭാഗത്തും താമസിച്ചിരുന്ന വ്യക്തിയുമായ കോയസൻ എന്നവർ. അവരുടെ ഭാര്യ സൈനബ പട്ടിയം വീട്ടിൽ. 3ാമത്തത് അലിക്കുട്ടി മാസ്റ്റർ, അവരുടെ ഭാര്യയാണ് ഏരിയൽ ടീമു എന്നുള്ളത്. ഇനി അവരുടെ കുടുംബ പരമ്പര ഒന്ന് വിശദീകരിച്ച് പറയാം സംക്ഷിപ്തമായി. മുഹമ്മദ് എന്ന ബാലിയിൽ ബാക്കാക്കാന്റെ ഭാര്യ പാലക്കാവളപ്പിൽ പുത്തൻപുരയിൽ മറിയക്കുട്ടി കുറച്ച് ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പാണ് മരിച്ചിട്ടുള്ളത്. ഇവരുടെ മക്കൾ ഒന്ന് പാത്തുമ്മ ഉമ്മ കുഞ്ഞുമോൾ ഏരിയിൽ, 2 ഖദീജക്കുട്ടി മടപ്പള്ളിയിലേക്കാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. 3 ഇവരുടെ ഭർത്താവ് മടപ്പള്ളി മൊയ്തീൻകുട്ടി മാസ്റ്ററാണ്. അബ്ദുൽ മജീദ് മരിച്ചു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. 4ാമത്തത് ആമിനു എന്ന മകളാണ്. കോഴിക്കോട് വാഴയിൽ നായിക്കരിമ്പിൽ ഹസൻ എന്ന KSRTCയിൽ നിരവധി കാലം ജോലി ചെയ്തിരുന്ന ഹസൻ, അദ്ദേഹം മരിച്ചു. 5 അബ്ദുൽ ലത്തീഫ്, 6 അബ്ദുല്ലക്കുട്ടി. ഇനി പാത്തുമ്മയുടെ 2ാമത്തെ മകൻ കോയസൻ, നേരത്തെ പറഞ്ഞ മാതിരി ജോലിയിൽ സർക്കാർ ജീവനക്കാരനായി ഇൻകം ടാക്സ് അപ്പലേറ്റ് കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്ന കോയസൻ, കുഞ്ഞുകാക്ക എന്ന് നാട്ടുകാരും വീട്ടുകാരും വിളിച്ചിരുന്നു. അവരുടെ ഭാര്യയാണ് വട്ടിയം വീട്ടിൽ സൈനബ. ഇവരുടെ മക്കൾ ആയിഷ ചെമ്മാട്, ബഷീർ അഹമ്മദ്, സുബൈദ ചെമ്പ്ര, ബദറുദ്ദീൻ മാസ്റ്റർ, സാബിറ മംഗലം, കമറുദ്ദീൻ. 3ാമത്തെ മകൻ അലിക്കുട്ടി മാസ്റ്റർ, ഭാര്യ ഏരിയൽ തിറ്റീമു. ഈ കുടുംബവിവരം തിറ്റീമു എന്നവരുടെ പരമ്പര മുഖേന അറിയിച്ചിട്ടുണ്ട്. അത് ഇനി ആവർത്തിക്കേണ്ടതില്ല എന്നറിയിക്കുന്നു. ചെറിയ തിറ്റിക്കുട്ടിയുടെ 3ാമത്തെ മകൾ കുഞ്ഞീമക്കുട്ടി, മെറ്റമ്മ എന്ന് നമ്മളൊക്കെ എല്ലാവരും വിളിച്ചിരുന്ന കുഞ്ഞീമക്കുട്ടി. ഇവരുടെ ഭർത്താവാണ് ചുണ്ടൻ വീട്ടിൽ മുഹമ്മദ് ആജി. വെട്ടം തീണ്ടാപ്പടി മഹലിന്റെ സ്ഥാപകനും തീണ്ടാപ്പടി ജുമാഅത്ത് പള്ളിയുടെ മുത്തവല്ലിയും വെട്ടം തിരൂർ ഭാഗത്തുള്ള പ്രമുഖ വ്യവസായിയുമായിരുന്ന മുഹമ്മദ് ആജിയാണ് ഭർത്താവ്. ഈ ദമ്പതികളുടെ മക്കളാണ് ഒന്ന് ആയിഷക്കുട്ടി എന്ന ഉമ്മു, 2 ഹമീദ് ഹാജി, 3 പാത്തുമ്മു എന്ന ഹജ്ജുമ്മ, 4 ഭീമു ഹജ്ജുമ്മ, 5 അവർക്ക് ചെറുപ്പത്തിലെ മരിച്ചുപോയൊരു മകനുണ്ടായിരുന്നു. 12ാമത്തെ വയസ്സിൽ മരിച്ചു എന്നാണ് അറിഞ്ഞത്. അവരുടെ പേരാണ് അബൂബക്കർ കുട്ടി. ആയിഷക്കുട്ടി എന്ന ഉമ്മുത്താത്ത, അവരുടെ ഭർത്താവാണ് ചുണ്ടൻ വീട്ടിൽ ബാവ ഹാജി. എല്ലാവരും പരക്കെ അറിയപ്പെട്ടിരുന്ന ഒരു തേങ്ങ വ്യവസായിയും പ്രധാനിയുമായ ബാവ ഹാജി. ബാവ ഹാജി കല്യാണം ഹമീദാജിയുടെ പെങ്ങൾ മൂത്താത്താനെ, അതായത് ആയിഷക്കുട്ടി എന്ന മൂത്താത്താനെ വിവാഹം കഴിച്ചതിൽ 2 പെൺമക്കളുണ്ട്. ഇതിൽ ആദ്യത്തെ മകൾ തിത്തിക്കുട്ടി എന്ന കുഞ്ഞുമോൾ കുറ്റിപ്പാല. ഇവരുടെ ഭർത്താവ് ഷാഫി ഹാജി മന്നിങ്ങൽ. അലോപ്പതി മെഡിക്കൽ വ്യവസായി ആയി നാടെല്ലാവരും അറിയുന്ന ഷാഫി മെഡിക്കൽസിന്റെ ഉടമസ്ഥനായ ഷാഫി ഹാജി മന്നിങ്ങൽ കുറ്റിപ്പാല. ഈ ദമ്പതികളിൽ 2ാമത്തെ മകൾ ഖദീജ എന്ന ബീത്താത്ത മംഗലം രാമനാരിക്കൽ സെയ്ദ് മുഹമ്മദ് എന്ന മോനാക്കയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. മോനാക്ക മരിച്ചു. അവരും ഇതുമാതിരി മംഗലത്തൊരു മെഡിക്കൽസ് വ്യവസായിയായിരുന്നു. നമ്മുടെ ചുണ്ടൻ വീട്ടിൽ ബാവഹാജിയുടെ 2ാമത്തെ വിവാഹത്തിൽ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമുണ്ട്. നമ്മുടെ എല്ലാവരും അറിയുന്ന നമ്മുടെ കർഷകശ്രീ മുഹമ്മദ്, അതായത് VRC MD CM മുഹമ്മദ്, അവരുടെ ഒരു മൂത്ത മകനാണ്. ബാവഹാജിയെ പറ്റി പറയുമ്പോൾ എല്ലാവരും രോമാഞ്ചത്തോടുകൂടി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പുതിയാപ്പിള വന്നിരുന്നത് ആനപ്പുറത്തായിരുന്നത്രേ. അങ്ങനെ ആനപ്പുറത്ത് പുതിയാപ്പിള വന്നൊരു ചരിത്രം ഇവിടെ ഇല്ലാതെ നമ്മളെ നാട്ടിൽ കേട്ടിട്ടില്ല. അതൊക്കെ ഒരു അന്തസ്സോടും അഭിമാനത്തോടും നമുക്ക് ഓർക്കാൻ പറ്റുന്ന കാര്യമാണ്.
ഏതായിട്ടും നമ്മളെ മരിച്ചുപോയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആഫിറത്തും മർഹാമത്തും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് ഹാജിയുടെ രണ്ടാമത്തെ മകനാണ് നമ്മൾ കുഞ്ഞിമ്മക്കുട്ടി മുഹമ്മദ് ഹാജി ദമ്പതികളുടെ മകനാണ് ഹമീദ് ഹാജി വെട്ടം. തീണ്ടാപ്പടി മഹല്ല് ഖത്തീബും മഹല്ല് മുത്തവല്ലിയും നാട്ടിന്റെ സർവതോന്മുഖമായ വികസനത്തിന് ഇന്ന് കാണുന്ന വെട്ടം പഞ്ചായത്തിന്റെ നേട്ടത്തിന് കാരണഭൂതനായി തീർന്നിട്ടുള്ള നമ്മുടെ ഹമീദ് ഹാജി TMG കോളേജ് മലയാള യൂണിവേഴ്സിറ്റി അതിന്റെ സ്ഥാപനത്തിലും വെട്ടം പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് എന്ന നിലക്കും എല്ലാവർക്കും അറിയപ്പെടുന്ന CK ഹമീദ് ഹാജി ഇവരുടെ മകനാണ്. ഹമീദ് ഹാജിയുടെ മക്കളാണ് ഹമീദ് ഹാജിയുടെ ഭാര്യ കൈനിക്കര മമ്മി ഹാജിയുടെ മകൾ കുഞ്ഞിപ്പാത്തൊട്ടി ഹജ്ജുമ്മ തിരൂർ. ഇതിലുള്ള മക്കളാണ് ഉമ്മു തലക്കെടുത്തൂർ, കുഞ്ഞു ഹാജി, കുഞ്ഞുട്ടി ഹാജി, മമ്മി ഹാജി, ഷംസു, കുഞ്ഞുമ്മു മണ്ണാർക്കാട്, ജമീല കണ്ണമ്പലം, ഹാജറ കോക്കൂർ, റംല പെരിന്തൽമണ്ണ, തായമ്മു മാറഞ്ചേരി, നൂർജഹാൻ പാണ്ടിക്കടവത്ത് മലപ്പുറം. കാര്യം പറയുമ്പോൾ നമ്മുടെ ഷംസുവിന്റെ മകൻ മുഹമ്മദ് എന്ന കുഞ്ഞനു മരിച്ച വിവരം നമുക്കെല്ലാവർക്കും വ്യസന സമയത്തിൽ ഓർക്കുന്നു. നമ്മുടെ കുഞ്ഞു ഹാജി 1992 മരിച്ചു. അദ്ദേഹം തിരൂർ ഹമീദ് ഹാർഡ്വെയർസിന്റെ സ്ഥാപകനും തിരൂർ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ ഒരു പ്രവർത്തകനുമായി പരിലസിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. കുഞ്ഞമ്മക്കുട്ടി ചുണ്ടൻവീട്ടിൽ മുഹമ്മദ് ഹാജി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് പാത്തുമ്മു ഹജ്ജുമ്മ തിരൂർ. ഇവരുടെ ഭർത്താവ് കൈനിക്കര അസനാർ ഹാജി, തിരൂരിലെ അസനാർ കമ്പനിയുടെ സ്ഥാപകനും ഒരു പ്രമുഖ വ്യക്തിയും അവിടെയുള്ള കൈനിക്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിലിരുന്ന ഒരു വ്യക്തിത്വവുമാണ് അസനാർ ഹാജി. അദ്ദേഹം മുമ്പേ മരിച്ചുപോയിട്ടുണ്ട്. ഇവരുടെ മക്കളാണ് മമ്മി എന്ന ബാവ, ഷാഫി ഹാജി, ഫാത്തിമ എന്ന കുഞ്ഞുമോൾ, ഹമീദ് മോൻ, ബീവി കുറ്റിപ്പാല, നൌഷാദ്. പാത്തുമ്മ ഹജ്ജുമ്മ അസന ഹാജി ദമ്പതികളുടെ മൂത്ത മകൻ മമ്മി എന്ന വാക്കാക്ക മരിച്ചുപോയിട്ടുണ്ട്. ഈ ദമ്പതികളുടെ തന്നെ മകൻ ഷാഫി എന്നവർ MES മലപ്പുറം ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. കുഞ്ഞിമ്മക്കുട്ടി മുഹമ്മദ് ഹാജി ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് ബീമു ഹജ്ജുമ്മ താന്നൂർ. ഇവരുടെ ഭർത്താവ് ഇമ്പിച്ചി താന്നൂർ. മക്കളാണ് ആയിഷമ്മു താന്നൂർ, ഫാത്തിമ, നാസർ, ആസിയ, ഗഫൂർ, മുഹമ്മദ്, ഷുക്കൂർ, അസൈൻ. ഇതിൽ മുഹമ്മദ് മരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ കുടുംബ പരമ്പര വിശദീകരിക്കുമ്പോൾ നീണ്ടുപോകുന്ന പതിവ് സാധാരണയാണ്. എന്നിരുന്നാലും അത് പറയാതിരിക്കാൻ വയ്യ. തട്ടാമ്പറമ്പിൽ കുട്ടിമുഹമ്മദ് അധികാരിയുടെ ആദ്യ ഭാര്യ വലിയ തിത്തിക്കുട്ടിയുടെ കുടുംബമാണ് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വലിയ തിത്തിക്കുട്ടിയുടെ മരണശേഷം അവർ അനിയത്തി പാത്തുമ്മ ഉമ്മ എന്നിവരെ ആണ് വിവാഹം കഴിച്ചത്. ആ പരമ്പരയിൽപ്പെട്ടവരെ കൂടി ഒന്ന് വിവരിച്ച് ഇതൊന്ന് സംഗ്രഹിപ്പിക്കാം. പാത്തുമ്മ ഉമ്മ കാപ്പാട്ടകത്ത് വാലിയിൽ പാത്തുമ്മ ഉമ്മ ദമ്പതികൾക്ക് 3 മക്കളുണ്ട്. അതില് മൂത്തത് ബിയ്യാത്തുട്ടി, രണ്ടാമത്തത് ഉമ്മേരുത്തുമ്മ, മൂന്നാമത്തത് മുഹമ്മദ് ഹാജി. ഈ ബിയ്യാത്തുട്ടിയുടെ കുടുംബമാണ് അവറാങ്കിൽ താവഴയിൽപ്പെട്ടത്. അവരുടെ ഭർത്താവാണ് വട്ടിയം വീട്ടിൽ അഹമ്മദ് കുട്ടി. അതിൽ 2 മക്കളുണ്ട്. ഒന്ന് ഖദീസക്കുട്ടി, പാത്തുമ്മ ഉമ്മ. പടകളിയിൽ സമർത്ഥനായിരുന്ന വാരിയിൽ ഇമ്പിച്ചി എന്ന വിളിപ്പേരുള്ള ആളുടെ സഹോദരനാണ് ബിയ്യാത്തുട്ടിയുടെ ഭർത്താവ് വട്ടിയം വീട്ടിൽ അഹമ്മദ്. 1922 വലിയ വെള്ളപ്പൊക്കത്തിൽ വാലിയിൽ താമസിച്ചിരുന്നവർ അവറാങ്കിൽ വീട്ടിലേക്ക് താൽക്കാലികമായി കുറച്ചുനാൾ മാറി താമസിച്ചതായി തലമുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാപ്പാട്ടത്ത് വാലിയിൽ അവറാങ്കിൽ ചാങ്കാളി കുടുംബങ്ങൾ ജ്യേഷ്ഠത്തി അനിയത്തി താഴ്വഴിയിൽപ്പെട്ടവരാണ്. അവറാങ്കിൽ ബിയ്യാത്തുട്ടി മകൾ ഖദീസക്കുട്ടി കുടുംബം. ഭർത്താവ് വാരണാക്കര തയ്യിൽ മൊയ്തീൻകുട്ടി കുരുക്കൾ. ഇവരുടെ മക്കളാണ് കുഞ്ഞി മുഹമ്മദ് എന്ന ബാപ്പുട്ടി, ജനതാ ബസാറുള്ള ബാപ്പുട്ടിയാക്ക പറവണ്ണ, ഈയാത്തുട്ടി വാരണാക്കര, കുഞ്ഞായിഷു വാരണാക്കര എന്നിവർ മക്കളാണ്. കുഞ്ഞു മുഹമ്മദ് ബാപ്പുട്ടി കുരുക്കളുടെ കുടുംബമാണ് പറയുന്നത്. ഭാര്യ പറവണ്ണയിൽപ്പെട്ട തന്നെ നമ്മളെ ബന്ധുവായ ഖദീജ എന്ന കുഞ്ഞീമ. അതിലുള്ള മക്കളാണ് മൊയ്തീൻകുട്ടി, അബ്ദുറഹിമാൻ, മറിയക്കുട്ടി,
ഷാഫി, അബൂബക്കർ കുട്ടി എന്നിവർ. ഇയ്യാത്തുട്ടിയുടെ മകളായ ഖദീജക്കുട്ടി മകൾ ഇയ്യാത്തുമ്മ കുടുംബം. ഭർത്താവ് ഇടത്തടത്തിൽ ഏന്തിയൻകുട്ടി, മലേഷ്യ, വാരണാക്കര. ഇവരുടെ മക്കൾ മൊയ്തീൻകുട്ടി, കുഞ്ഞു എന്ന് നമ്മൾ വിളിപ്പേരുള്ള മൊയ്തീൻകുട്ടി. 2 പാത്തുമോൾ, ഖദീജ, മറിയാം, സെഫിയ, മൂസ, ഹനീഫ എന്നിവർ ഇവരുടെ മക്കളാണ്. ബിയാത്തുട്ടി മകളായ ഖദീജക്കുട്ടി മകൾ കുഞ്ഞായിഷു കുടുംബം, പുല്ലൂരാണ് ഇവരുടെ താമസം. ഭർത്താവ് ബലൂർ സെയ്ദലവി, പുല്ലൂർ. ബലൂർ അവിടെ ഒരു പ്രശസ്ത കുടുംബമാണ്. അവരുടെ മക്കൾ ഹംസ, ഫാത്തിമ, അബ്ദുള്ളക്കുട്ടി, അബ്ദുൽ നാസർ, മൊയ്തീൻകുട്ടി, അബ്ദുൽ ജലീൽ, സുലൈഖ, റസീന എന്നിവർ. ഇനി അവറാങ്കിൽ ബിയാത്തുട്ടിയുടെ 2ാമത്തെ മകളായ പാത്തുമ്മ ഉമ്മ കുടുംബം. ഭർത്താവ് വട്ടിയം വീട്ടിൽ കുഞ്ഞാലിക്കുട്ടി. അയ്യപ്പന്തറ കുടുംബത്തിൽപ്പെട്ടവരാണ് വട്ടിയം വീട്ടിൽ കുഞ്ഞാലിക്കുട്ടി. അവരുടെ മകൾ ഏക മകളാണ് നമ്മൾ ഐഷുമു താത്ത, ആയിഷുമു. അവറാങ്കിൽ ആയിഷുമുവിന്റെ കുടുംബമാണ് അടുത്ത. ഭർത്താവിൽ കുഞ്ഞിമൊയ്തീൻകുട്ടി വി വി, വട്ടിയം വീട്ടിൽ. കുഞ്ഞിമിറ്റാക്ക എന്നൊക്കെ നമ്മൾ വിളിച്ചേരുള്ള കുഞ്ഞിമിറ്റാക്കയുടെ ഭാര്യയാണ് നമ്മൾ ആയിഷുമു താത്ത. അവരുടെ മക്കളാണ് നമ്മൾ അവറാങ്കിൽ കുഞ്ഞുട്ടി എന്ന് പറയുന്ന അബ്ദുള്ള, യൂസഫ്, സുബൈദ, ബഷീർ, റംല. അതിൽ കുഞ്ഞുട്ടി എന്ന അബ്ദുള്ള മരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ചാങ്കാളിൽ കുടുംബത്തെ പറ്റിയാണ്. കുട്ടിയാമോ, നമ്മുടെ കാപ്പാട്ടത്ത് വാലിയിൽ പാത്തുമ്മ അമ്മ എന്ന ദമ്പതികളുടെ മകളായ ചാങ്കാളിൽ ഉമ്മേരുത്തുമ്മ എന്നിവരെ പറ്റി കുടുംബമാണ് പറയാനുള്ളത്. ഈ ചാങ്കാളിൽ ഉമ്മേരുത്തുമ്മ എന്നവർക്ക് കുഞ്ഞുമോൾ എന്ന ഒരു ഏക മകൾ മാത്രമാണ് ഉള്ളത്. അവരുടെ മക്കളും പേരക്കുട്ടികളുമായിട്ടുള്ളതാണ് നമ്മളെ ചാങ്കാളിൽ ബാക്കാക്ക എന്ന് പറഞ്ഞ അവർ കല്യാണം കഴിച്ചിട്ടുള്ളത് മുള്ളത്ത് നിന്നാണ്. ബാക്കാക്കാന്റെ ഉപ്പയാണ് സൂപ്പിയാജി എന്ന് പറയുന്ന വ്യക്തി. നല്ല സമ്പന്നനാണ്. ധാരാളം സ്വത്തുകൾ പള്ളികൾക്കൊക്കെ ദാനം ചെയ്ത വ്യക്തിത്വമാണ്. ഈ ബാക്കാക്ക അനവധി കാലം മാനസിക രോഗം പിടിപെട്ട് ചാങ്കാളിൽ ഒരു പറമ്പിൽ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ട് കിടന്നിരുന്നതായി നമുക്കൊക്കെ പലർക്കും ഓർമ്മയുണ്ട്. പിന്നീട് അവർ ഭാര്യ വീടായ മുള്ളത്തേക്ക് താമസം മാറ്റി. അതിലുള്ള ഒരു മകനാണ് മുള്ളത്ത് മോനാക്ക എന്ന PKV മമ്മിക്കുട്ടി. അവരുടെ മകൾ കുറ്റിപ്പുറം ഭാഗത്തേക്ക് കല്യാണം കഴിച്ചിട്ടുള്ള ഉമ്മു എന്ന് പറയുന്നത്. അതാണ് ഇവരുടെയൊക്കെ കുടുംബം. തട്ടാമ്പറമ്പിൽ കുട്ടി മുഹമ്മദ്, പാത്തുമ്മ ഉമ്മ ദമ്പതികളുടെ മക്കളാണ് ചാങ്കാളിൽ ഉമ്മേരുത്തുമ്മ, അവറാങ്കിൽ ബിയാത്തുട്ടിയുമ്മ എന്നവർ. ഇവരുടെ കുടുംബത്താവഴി മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെ തന്നെ ഏക സഹോദരനും കൂടിയുണ്ട്. അവരാണ് ചണ്ണവറമ്പിൽ മുഹമ്മദ് ഹാജി. ആ കുടുംബത്തെപ്പറ്റി വിശദീകരിക്കാം. മുഹമ്മദ് ഹാജിയുടെ ഭാര്യ ഭീമ ഉമ്മ, ചണ്ണവറമ്പിൽ, കുന്നത്തകത്ത് ചണ്ണവറമ്പിൽ ഭീമ ഉമ്മ. ഈ ദമ്പതികളുടെ മകനാണ് KC അഹമ്മദ് എന്ന ബാവ ഹാജി. CPI സംസ്ഥാന കമ്മിറ്റി അംഗവും രാഷ്ട്രീയ പ്രവർത്തകനും കൃഷിയിൽ ജീവിതം കഴിച്ചുകൂട്ടി അനുഭവിച്ചു പോന്ന വ്യക്തിത്വമാണ്. ഇവരുടെ ഭാര്യ മൂത്തോടത്ത് കുഞ്ഞുമോൾ എന്നവരാണ്. ഇവരുടെ മക്കളാണ് മുഹമ്മദ് കുട്ടി ഹാജി, അബൂബക്കർ ഹാജി KC, ഖദീജ ഹജുമ്മ, അബ്ദുള്ള, ഫാത്തിമ, ആയിഷ എന്നിവർ. ചണ്ണവറമ്പിൽ എന്ന വീട്ടുപേരിൽ അവർ അറിയപ്പെടുന്നു. പ്രിയമുള്ളവരെ, തട്ടാമ്പറമ്പിൽ കുട്ടിയമ്മു എന്ന നമ്മുടെ വെല്ലിപ്പ 4 വിവാഹം കഴിച്ചതിൽ 2 വിവാഹം ബാലിയിൽ നിന്നാണ്. അത് നമ്മളിവിടെ പരാമർശിച്ചു കഴിഞ്ഞുവല്ലോ. ഇനി 3ാം വിവാഹം കഴിച്ചത് പറവണ്ണ പുത്തൻപുരയിൽ ഖദീജ എന്നിവരെയാണ്. ഇതിലുള്ള മകനാണ് മൊയ്തീൻകുട്ടി എന്നറിയപ്പെടുന്ന നമ്മുടെ മൊയ്തീൻകുട്ടിയെ മലേഷ്യയിലുണ്ടായിരുന്ന മൊയ്തീൻകുട്ടി, പുതിയ മൊയ്തീൻകുട്ടിയാക്ക എന്ന് പരക്കെ പിന്നീട് സർനെയിമിൽ അറിയപ്പെടും. മൊയ്തീൻകുട്ടി എന്നവർക്ക് 2 മക്കളുണ്ട്. ഒന്ന് അബ്ദുള്ളക്കുട്ടി, 2 കുഞ്ഞീമ. തോലന്റകത്ത് എന്ന വീട്ടുപേരിലാണ് അറിഞ്ഞിരുന്നത്. നമ്മുടെ അബ്ദുള്ളക്കുട്ടിയാക്ക, കുര്യാത്തുട്ടിയാക്ക എന്ന് മൂപ്പരെയും നാട്ടുകാർ വിളിക്കാറുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ഈ കൂട്ടുകുടുംബത്തിനും സംഗമത്തിനും സംഗ്രഹത്തിനുമെല്ലാം വളരെയധികം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അവരുടെ പെങ്ങൾ കുഞ്ഞീമ ഇതിനു മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. അവറാങ്കിൽ കുഞ്ഞാമത് കുരുക്കൾ എന്നിവരാണ് അവരെ വിവാഹം കഴിച്ചിട്ടുള്ളത്. ഇനി ടിയാമു വല്ലിപ്പ,
നാലാം വിവാഹം കഴിച്ചത് വളപ്പിൽ തട്ടാത്ത് പാത്തുമ്മു എന്ന തട്ടാത്തിത്തയെയാണ്. അതിലുള്ള മക്കളാണ് അബ്ദുള്ള ഹാജി വെട്ടം, അബ്ദുറഹിമാൻ, അലിക്കുട്ടി മലേഷ്യ, കുഞ്ഞീമ. വെട്ടം അബ്ദുള്ള ഹാജി നാട്ടിലെല്ലാവർക്കും വളരെ പ്രശസ്തനാണ്. സമൂഹത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും മാറ്റിയെടുക്കാനും തൗഹീദ് പ്രചരണത്തിനും വേണ്ടി നാടൊന്നാകെ പ്രസംഗിച്ച് നടത്തിയിരുന്ന ഒരു പണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവുമാണ് നമ്മുടെ അബ്ദുള്ള ഹാജി. കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘടനയ്ക്ക് നേതൃത്വവും കൊടുത്ത അതിന്റെ സ്ഥാപകനുമായുള്ള വെട്ടം അബ്ദുള്ള ഹാജി ഇന്ന് സാംസ്കാരികങ്ങളിൽ പഴയകാല പ്രവർത്തകന്മാരിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അബ്ദുള്ള ഹാജിയുടെ മക്കളാണ് ചെറിയ പാത്തുമ്മു, ആമിനു, ബീമു, കദിയാമു, മറിയക്കുട്ടി, അബ്ദുറഹിമാൻ എന്ന സാഹിബ്, മജീദ് എന്നിവർ. തട്ടാത്തയിലുള്ള രണ്ടാമത്തെ മകനും അബ്ദുള്ള ഹാജിയുടെ അനിയനുമാണ് നമ്മുടെ അബ്ദുറഹിമാൻ. അബ്ദുറഹിമാൻ എന്നവരുടെ മക്കളാണ് ജമാൽ മാസ്റ്റർ, മായിൻ സൈനുദ്ദീൻ, ഖദീജ, ഫാത്തിമ, ലത്തീഫ്, സൈനബ. അബ്ദുള്ള ഹാജിയുടെ ഇളയ സഹോദരൻ അലിക്കുട്ടി മലേഷ്യ. വളരെ ചെറുപ്പം മുതൽ മലേഷ്യയിലേക്ക് താമസം മാറ്റി അവിടെ കുടുംബസമേതം താമസിച്ചിരുന്നു. ഇന്ന് അവരിൽ 12 മക്കളുണ്ട്. അവരിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. എന്നാലും നമ്മുടെ കുടുംബവുമായി തട്ടാത്തുമായി ഇടയ്ക്കിടെ മക്കൾ ബന്ധപ്പെടാറുണ്ട്. അബ്ദുള്ള ഹാജിയുടെ സഹോദരിയാണ് കുഞ്ഞീമ. കുഞ്ഞീമ എന്നവരുടെ മക്കളാണ് നമ്മുടെ പനച്ചിയിൽ മുഹമ്മദ്, അവരുടെ പെങ്ങൾ വലിയ പാത്തുമ്മ. നമ്മുടെ വീട്ടി അലിക്കുട്ടി പനച്ചിൽ മുഹമ്മദ് എന്നവരുടെ മകനാണ്. അദ്ദേഹം നമ്മുടെ ഈ സംഗ്രഹത്തിനും ഈ പ്രവർത്തനത്തിനും കൂട്ടായ്മക്കും ദീർഘസമയം പ്രവർത്തിച്ച് സമയം ചെലവഴിച്ച ഒരു വ്യക്തിത്വമാണ്. ചരിത്രം പുസ്തകങ്ങളിൽ എഴുതി സൂക്ഷിച്ചു വച്ചിരുന്നു. പക്ഷേ അത് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ അദ്ദേഹം മരണമടഞ്ഞു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് മഅഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മേൽപ്പറഞ്ഞവരെല്ലാം നമ്മുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ്. ഇതില് പലതും പരാമർശിക്കാതെ പോയിട്ടുണ്ട് സമയക്കുറവ് കാരണം. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന സമയത്ത് ഉടൻ തന്നെ നമ്മുടെ ഒരു കുടുംബ ഡയറക്ടറി ഇറക്കി എല്ലാവരെയും അതിൽ പരാമർശിച്ച് വിശദീകരിച്ച് നമ്മൾ സംഗ്രഹിക്കാൻ ശ്രമിക്കാം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കുടുംബ സംഗമത്തിന് പല പരിമിതികളുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സംഗമം, ഈ കൂട്ടായ്മ, ഈ ഒത്തുചേരൽ സർവശക്തനായ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ഒരു കർമ്മമായി പരിഗണിച്ച് അതിന് തക്കതായ പ്രതിഫലം ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അവരെ എല്ലാ സന്താന പരമ്പരയിലും ഉണ്ടാകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. റബ്ബനാ ഹബിൽനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.